ആദ്യം പാലക്കാടേക്കാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കാട്ടുകുളം സ്വദേശി വൈഷ്ണവിയാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഭർത്താവ് ദീക്ഷിതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇരുവരും വിവാഹിതരായിട്ട് 1.5 വർഷം മാത്രമാണാകുന്നത്. വ്യാഴാഴ്ച രാത്രിയിലാണ് വൈഷ്ണവിക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായതായി ഭർത്താവ് ദീക്ഷിത് തന്നെ വൈഷ്ണവിയുടെ കുടുംബത്തെ അറിയിക്കുന്നത്. തുടർന്ന് യുവതിയെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ പരിശോധനയിൽ വൈഷ്ണവി മരിച്ചതായി ഡോക്ടേഴ്സ് കണ്ടെത്തി. ദീക്ഷിത്തിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് മരണമെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 1.5 വർഷം മുൻപായിരുന്നു പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം നടന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാട്ടുകുളത്തെ വീട്ടിലെത്തിച്ച് ദീക്ഷിത്തുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.